ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കണ്ടേ? സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 ദിവസമായി കൃഷ്ണായനം അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വന്നതിൽ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടും ക്ഷമ ചോദിക്കുന്നു. ചില തിരക്കുകൾ കാരണം അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹിമതടത്തിൽ അഗ്നിപ്രളയത്തിൽ ബ്രാഹ്മണന്റെ സന്താനങ്ങളെ തിരിച്ചു കിട്ടിയ വിവരം ദ്വാരകയിലെങ്ങും അറിഞ്ഞു. യാദവർ വിസ്മയാധീനരായി. മൃതലോകം പൂകിയ കുഞ്ഞുങ്ങളെയാണ് കേശവൻ തിരികെ കൊണ്ടുവന്നത്. മരണത്തെപ്പോലും അതിജീവിക്കുന്ന ഒരാൾ ഭരിക്കുമ്പോൾ തങ്ങൾ ആരെ ഭയക്കണം? ഓരോ യാദവൻ്റെയും വൃഷ്ണിയുടെയും മനസ്സിൽ ഈ ചിന്ത നുരഞ്ഞു. അവർ അഹംഭാവത്തോടെ പെരുമാറി. സാധുക്കളായ മറ്റു രാജ്യക്കാരെ ഉപദ്രവിച്ചു. കേശവൻ്റെ പ്രജകളായതുകൊണ്ട് യാദവരെ ആരും എതിർത്തതുമില്ല. എല്ലാ വിവരവും മാധവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. അക്കാലത്ത് ഒരു ദിവസം ഗർഗാചാര്യൻ ദ്വാരകയിലെത്തി. ആചാര്യൻ എത്തിയ വിവരം അറിഞ്ഞ മാധവൻ അദ്ദേഹത്തെ ഉപചരിച്ച് സ്വീകരിച്ചിരുത്തി. ആചാര്യൻ്റെ മുഖം മ്ലാനമായിരുന്നു. കേശവൻ ചോദിച്ചു, ആചാര്യ, ത്രികാലജ്ഞാനിയാണ് അങ്ങ്. എല്ലാം അറിയുന്ന ഭവാന്റെ വദനം മ്ലാനമാകുവാൻ എന്താണ് കാരണം? ഞാൻ അറിയാത്ത ദുഃഖം അങ്ങയ്ക്കുണ്ടോ? എങ്കിൽ അത് പരിഹരിച്ചിട്ടു തന്നെ കാര്യം. ആചാര്യൻ പറഞ്ഞു, മാധവ, എൻ്റെ വദനം മ്ലാനമായിരിക്കുന്നത് ശരി തന്നെയാണ്. മനസ്സിൻ്റെ മ്ലാനത മുഖത്ത് പ്രതിബിംബിക്കുന്നുവെന്ന് മാത്രം. ലൗകിക ഭാവത്തിൽ വർത്തിക്കുമ്പോൾ അത്തരം ദുഃഖം സ്വാഭാവികമാണ്. മാധവൻ ചോദിച്ചു, ആചാര്യ, അങ്ങയുടെ മനസ്സിൽ മ്ലാനത എത്തിയ സംഭവം എന്താണ്? ഞാൻ കൂടെ അറിയുന്നതിൽ വിരോധമില്ലെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം. ആചാര്യൻ പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയുവാൻ തന്നെയാണ് വന്നത്. ഗംഗാ നദിയുടെ കരയിൽ വെച്ച് സാന്ദീപനിയുടെ ആശ്രമത്തിലെ മുഖ്യ പുരോഹിതനെ കണ്ടു. ശ്വേതകേതു വളരെ ക്ഷീണിച്ചും തളർന്നുമിരുന്നു. അവൻ പറഞ്ഞ കഥ ആദ്യം പറയാം. ആചാര്യൻ തുടർന്നു. ഒരു ദിവസം സാന്ദീപനി ശ്വേതകേതുവിനെ വിളിച്ചു പറഞ്ഞു, ശ്വേതകേതു, നമുക്ക് ഇത്തവണയും ഒരു സഞ്ചാരമുണ്ട്. പക്ഷേ ആ യാത്രയിൽ നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ. ആശ്രമം ഭംഗിയായി നടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗുരു തന്നെ ഏൽപ്പിച്ചു. ഓരോരുത്തരെ വിളിച്ച് ആശ്രമത്തിലെ ഓരോ ജോലികൾ ഏൽപ്പിച്ചു. അവരോട് ഗുരു പറഞ്ഞു, ഞാനും ശ്വേതകേതുവും സഞ്ചാരത്തിലാണ്. അല്പനാൾ കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ. ഗുരുകുലം ഭംഗിയായി നിങ്ങൾ സംരക്ഷിക്കണം. ശിഷ്യന്മാർ ആജ്ഞ സ്വീകരിച്ചു. ഒരു സുപ്രഭാതത്തിൽ ഗുരുവും ശ്വേതകേതുവും സഞ്ചാരത്തിനിറങ്ങി. അനവധി പ്രദേശങ്ങൾ കടന്ന് അവർ ബദരീനാഥിലെത്തി. അകലെ മഞ്ഞിൻ തൊപ്പിയുമായി ശിരസ്സുയർത്തി നിൽക്കുന്ന ഹിമാലയൻ. ബദരിയിൽ വെച്ച് ശ്വേതകേതുവിനോട് ഗുരു പറഞ്ഞു, ഹേ ശ്വേതകേതു, നമ്മുടെ ഒന്നിച്ചുള്ള യാത്ര അവസാനിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഗംഗാതടത്തിൽ പോകാം. ആശ്രമത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാം. ഇല്ലെങ്കിൽ തപസ് അനുഷ്ഠിച്ച് മുക്തി പ്രാപിക്കാം. ഞാൻ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. ഇനി ഹിമതടം ഇറങ്ങുകയില്ല. ഗുരുവിൻ്റെ കണ്ണുകളിൽ ദൃഢനിശ്ചയത്തിൻ്റെ ഭാവം തെളിഞ്ഞു നിന്നു. ഒരു കാര്യം മാത്രം ശ്വേതകേതു ചോദിച്ചു, പ്രഭോ, അങ്ങയോടൊപ്പം ഞാനും ഹിമതടത്തിലേക്ക് വരട്ടെ? അങ്ങ് തപസ്സിൽ മുഴുകുന്നതും കണ്ട് ഞാൻ മടങ്ങാം. അങ്ങനെയാവാം, ഗുരു ആജ്ഞാപിച്ചു. ശ്വേതകേതുവും ഗുരുവും ബദരീനാഥം വിട്ടു. മഞ്ഞടരുകൾ വീണ് കിടക്കുന്ന ശൈലനാഥൻ്റെ കാൽപെരുമാറ്റം കുറഞ്ഞ വഴികളിലൂടെ അവർ സഞ്ചരിച്ചു. ഗംഗയുടെ ഉത്ഭവ കേന്ദ്രത്തിലെത്തി. ശർവന്റെ തിരുമുടിയിൽ നിന്നും ഗർവോടെ കുതിഞ്ഞു പാഞ്ഞ ഭാഗീരഥി പതിക്കുന്ന സ്ഥലം അവർ കണ്ടു. അതിനപ്പുറം മഞ്ഞുപാറകൾ മാത്രം.
ഹഠയോഗനിഷ്ഠയിൽ ഗുരു ഒരു പാറയിൽ നിന്നു. ഏറെ സമയം കഴിഞ്ഞില്ല, ഹിമക്കാറ്റടിച്ചു. അകലെ നിന്നും ആ കാഴ്ച ശ്വേതകേതു നോക്കി നിന്നു. ഹിമക്കാറ്റിൽ പഞ്ഞി പോലെ പറന്നെത്തിയ മഞ്ഞിൻ പൂക്കൾ സാന്ദീപനിയുടെ പാദങ്ങളിൽ കുമിഞ്ഞു വീണു. മഹർഷിക്ക് ചുറ്റും മഞ്ഞിൻ പൂക്കൾ കൂന കൂടി വന്നു. ഓം എന്ന പ്രണവധ്വനി കാറ്റിൻ്റെ ധിക്കാരത്തെയും ഭേദിച്ചുയർന്നു നിന്നു. നീഹാരപ്പൂക്കൾ കൽഹാരപുഷ്പം പോലെ ഗുരുവിന് ഹൃദ്യമായി. ഗുരുവിന് ചുറ്റും പൂക്കളുടെ മല തന്നെ ഉയർന്നു. സാവധാനം ആ പൂമല വളർന്നു. നിശബ്ദം, നിർവികാരം ശ്വേതകേതുവിന് നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. ഹിമക്കാറ്റിൽ പിന്നെയും പിന്നെയും നീഹാരപ്പൂക്കൾ ഉതിർന്നുകൊണ്ടിരുന്നു. ഗുരുവിൻ്റെ കഴുത്തിനൊപ്പം നീഹാരപ്പൂക്കൾ ഉയർന്നു. പിന്നെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. മഞ്ഞിൻ്റെ പാട ശ്വേതകേതുവിനും ഗുരുവിനും ഇടയിൽ ഒരു മറ തന്നെ സൃഷ്ടിച്ചു. അല്പനേരം കൂടി കാത്തു നിന്നതിനു ശേഷം ശ്വേതകേതു മടങ്ങി. ഹിമതടത്തിലെ വിശുദ്ധ വെണ്മയിൽ ആ സത്യാന്വേഷി ഒരു നിശബ്ദ പുഷ്പമായി അലിഞ്ഞു ചേർന്നു. ഈ കഥ എന്നോട് പറഞ്ഞതിന് ശേഷം ശ്വേതകേതു ഏറെ നേരം നിശബ്ദനായിരുന്നു. കഥകൾ പറഞ്ഞപ്പോൾ ശ്വേതകേതുവിൻ്റെ വദനം ആ കാഴ്ചകൾ കാണുകയായിരുന്നു. എല്ലാ കഥകളും മാധവനെ അറിയിക്കണമെന്ന് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതിനു ശേഷം ശ്വേതകേതു ഗംഗാതടത്തിൽ നിന്നും ആശ്രമത്തിലേക്ക് പോയി. ആചാര്യൻ പറഞ്ഞു നിർത്തി. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അദ്ദേഹം തുടർന്നു. ഞാൻ ദ്വാരകയിലേക്ക് വരുവാൻ തുടങ്ങിയപ്പോഴാണ് പ്രാംശുകായനായ സഞ്ജയനെ കണ്ടത്. ധൃതരാഷ്ട്രൻ്റെ മന്ത്രിയായ സഞ്ജയൻ വനത്തിൽ നിന്നും വന്നതായിരുന്നു. ധൃതരാഷ്ട്രൻ്റെയും വിതുരൻ്റെയും കഥ സഞ്ജയനാണ് പറഞ്ഞത്. ധർമ്മജനെ ഭരണം ഏൽപ്പിച്ച് ധൃതരാഷ്ട്രനും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി. കുന്തിയും വിതുരനും അവരെ അനുഗമിച്ചു. കുന്തി അവരെ യാത്രയാക്കി മടങ്ങുമെന്നാണ് പാണ്ഡവർ കരുതിയത്. പക്ഷേ മക്കളുടെ വാക്കുകൾ മാനിക്കാതെ കുന്തി ധൃതരാഷ്ട്രരോടും ഗാന്ധാരിയോടുമൊപ്പം വനത്തിൽ പോയി. നാളുകൾക്കു ശേഷം പിതാക്കളെ കാണുവാൻ ധർമ്മജൻ വനത്തിലെത്തി. മരുഭൂവായി മാറിക്കൊണ്ടിരുന്ന വനത്തിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് മുരടിച്ച ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വായിൽ ഒരു കമ്പും കടിച്ചു പിടിച്ചു നിൽക്കുന്ന വിതുരനെ ധർമ്മജൻ കണ്ടു. ഏറെ നേരം അവർ പരസ്പരം നോക്കി നിന്നു. നിശബ്ദതയുടെ കനത്ത മറ അവരെ പൊതിഞ്ഞു. വിതുരൻ്റെ കണ്ണുകൾ ജ്വലിക്കുവാൻ തുടങ്ങി. തീക്കനൽ പോലെ അക്ഷികൾ ചുവന്നു. ക്രമേണ ആ ജ്വാല അടങ്ങി. അഭൗമമായ ഒരു തേജസ് വിതുരനിൽ നിന്നും കുതറിപ്പാഞ്ഞു. ധർമ്മജനിൽ ആ തേജസ് ലയിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണങ്ങിയ മരക്കൊമ്പ് പോലെ വിതുരൻ മഞ്ഞിൽ മലർന്നു വീണു. വിതുരൻ്റെ വേർപാട് ധർമ്മജനെ വല്ലാതുലച്ചു. അദ്ദേഹത്തിൻ്റെ അനന്തരക്രിയകളെല്ലാം ധർമ്മജൻ ഗംഗാതടത്തിൽ ഉചിതമായി നിർവഹിച്ചു. ആ വഴിക്ക് ധൃതരാഷ്ട്രനെയും ഗാന്ധാരി മാതാവിനെയും കുന്തിയെയും കണ്ടു. അവരുടെ കുശലം ആരാഞ്ഞ് തൃപ്തനായി നാട്ടിലേക്ക് തിരിച്ചു. വിശ്വസ്തനും സുഹൃത്തുമായ മന്ത്രി സഞ്ജയൻ കാട്ടിൽ തങ്ങി. ധൃതരാഷ്ട്രാദികൾക്ക് എന്തെങ്കിലും വന്നുപെട്ടാൽ അറിയണമല്ലോ. ഒരു ദിവസം ധൃതരാഷ്ട്രനും സഞ്ജയനും ഗാന്ധാരിയും കുന്തിയും ഗംഗാതടത്തിൽ സ്നാനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് ശക്തിയായ കാറ്റടിച്ചു. സഞ്ജയൻ നാലുപാടും നോക്കി. സാധാരണ ഇത്തരം കാറ്റ് അഗ്നിക്ക് മുമ്പേയാണ്. വനത്തിലെവിടെയെങ്കിലും കാട്ടുതീ വീണിരിക്കും. അതാണ് കാറ്റിന് കാരണം. എന്തായാലും ആശ്രമത്തിലേക്ക് വേഗം പോകുന്നത് നല്ലതാണ്. ധൃതരാഷ്ട്രരുടെ നാസികയിൽ കാട്ടുതീയുടെ ഗന്ധം വന്നു. രാജാവ് പറഞ്ഞു, സഞ്ജയ, നമുക്ക് ചുറ്റും കാട്ടുതീ വരികയാണ്. ഇത് നല്ലതിന് തന്നെയാണ്. നീ വേഗം രക്ഷപ്പെട്ടുകൊള്ളൂ. ഞങ്ങളുടെ അവസാനം ഇതാ സമാഗതമാകുന്നു. സഞ്ജയൻ പറഞ്ഞു, കാട്ടുതീ വളരെ അകലെയാണ്. ഗംഗാതടത്തിലെത്തി തീരം വഴി പോയാൽ നമുക്ക് രക്ഷപ്പെടാം. അങ്ങ് വിസമ്മതം പറയാതിരുന്നാൽ മതി. ധൃതരാഷ്ട്രർ പറഞ്ഞു, സഞ്ജയ, ഭവനം വിട്ട ഞങ്ങൾക്ക് ഈ മരണം അനിഷ്ടമല്ല. യോഗനിഷ്ഠയിൽ വർത്തിക്കുമ്പോൾ ചൂടറിയുകയില്ല. ശരീരം ഭസ്മമായി കൊള്ളും.
ഇതാ കത്തിയെരിയുന്ന വനത്തിലെ വിഹ്വല ശബ്ദങ്ങൾ. ഇനിയും നിന്നാൽ നിനക്ക് ആപത്താണ്. വേഗത്തിൽ പോയിക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് ധൃതരാഷ്ട്രർ കിഴക്കായി ഇരുന്നു. ഗാന്ധാരിയും കുന്തിയും പത്മാസനത്തിൽ കിഴക്കു നോക്കിയിരുന്നു. 4 പുറവും ചുറ്റിയടിക്കുന്ന കാറ്റിൽ നാക്ക് വളയ്ക്കുന്ന അഗ്നിരാക്ഷസനെ സഞ്ജയൻ കണ്ടു. കൗരവകുലത്തിൻ്റെ നെടും തൂണ് നിശബ്ദതയെ ആവാഹിച്ച് യോഗാസനത്തിൽ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു. 1000 നാവിട്ട് ചുഴറ്റി അഗ്നി അടുത്തുവന്നു. അസഹ്യമായ ചൂട് വ്യാപിച്ചു. വൻമരങ്ങൾ അഗ്നിയിൽ തലപൊത്തുന്ന ശബ്ദം സഞ്ജയനിൽ ഭയമുളവാക്കി. സഞ്ജയൻ ഗംഗയുടെ തീരത്തേക്ക് നടന്നു. അകലെ നിന്ന് സഞ്ജയൻ ആ കാഴ്ച കണ്ടു. 4 പുറവും ചുറ്റിക്കത്തി കാട്ടുതീ വളർന്നു കയറുന്നു. 1000 നാവിട്ടലച്ച് കോമരം തുള്ളുന്നു. ക്രമേണ അഗ്നി ധൃതരാഷ്ട്രാദികളുടെ നികടത്തിലെത്തി. അവരെ അഗ്നി പൊതിഞ്ഞു. ബാഹ്യാവരണങ്ങൾ കത്തിപ്പോയ അവർ ചുവന്നു നിന്നു. ക്രമേണ അവർ മൂവരും സ്വർണപ്രതിമകളായി. അഗ്നിയിൽ കൂടി ജാജ്വല്യമാനമായ സ്വർണപ്രതിമകൾ നോക്കി നിന്ന സഞ്ജയൻ ഭയന്നു. അങ്ങോട്ട് ഒരു വട്ടം കൂടി ദൃഷ്ടികൾ പായിക്കുവാൻ സഞ്ജയന് കരുത്തില്ലായിരുന്നു. അയാൾ വളരെ വേഗം വനം വിട്ടു. ഗംഗാതീരം വഴി ഗംഗാതടത്തിലേക്ക് പോരുകയും ചെയ്തു. ഇപ്പോൾ ഹസ്തിനാപുരത്തേക്ക് പോയിരിക്കുകയാണ്. ഗർഗാചാര്യൻ കഥകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. കനത്ത നിശബ്ദത കളിയാടി. ആചാര്യൻ എപ്പോഴോ പറഞ്ഞു, കേശവ, എല്ലാത്തിൻ്റെയും അന്ത്യം വേദനയിലാണ്. അത് വിധിവിഹിതവും. നമുക്കും സമയമായെന്ന് തോന്നുന്നു. ഏറെ നാളായി മറഞ്ഞിരുന്ന പുഞ്ചിരി വീണ്ടും കേശവനിൽ പ്രകടമായി. മാധവൻ പറഞ്ഞു, ആചാര്യ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. ഈ നീണ്ട യാത്ര അവസാനിക്കുവാൻ ഇനി നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കേശവൻ്റെ വാക്കുകൾ ഗർഗൻ്റെ അന്തരാത്മാവിനെ ഉലച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മഹർഷി സ്വബോധസ്ഥിതനായി. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മുസലം എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസിക്കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ. ഓഡിയോ കൃഷ്ണകുമാരി. താങ്ക് യു ഫോർ വാച്ചിങ്.